ശബരിമല തന്ത്രിക്ക് നേരെ മാധ്യമങ്ങളെല്ലാം പോകുമ്പോൾ മറ്റൊരു കള്ളൻ തന്ത്രിയുടെ ലീലാവിലാസങ്ങൾ ജനശ്രദ്ധയിലേക്ക് വരുന്നില്ല. അതാണ് രാജൻ ബാബു എന്ന മുരാരി തന്ത്രി. സോഷ്യൽ മീഡിയയിലെ ഗംഭീര റീലുകൾ, ആഡംബര ജീവിതം, വലിയ പബ്ലിസിറ്റി സ്റ്റണ്ടുകൾ എന്നിങ്ങനെ സജീവമായ ശേഷം നിയമത്തിന്റെ വലയിൽ കുടുങ്ങിയിരിക്കുകയാണ് മുരാരി തന്ത്രി എന്ന രാജൻ ബാബു. 16 വയസ്സുകാരി പെൺകുട്ടിയെ ബാധ ഒഴിപ്പിക്കാനെന്ന പേരിൽ മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് പുത്തൂരിലെ ഈ വ്യാജ തന്ത്രി അഴിക്കുള്ളിലായിരിക്കും. സാധാരണക്കാരനായ ഒരു ഓട്ടോ ഡ്രൈവറിൽ നിന്നാണ് രാജൻ ബാബുവിന്റെ വളർച്ച തുടങ്ങുന്നത്. കുറച്ചു കാലം കൊണ്ട് മുരാരി തന്ത്രി എന്ന പേര് സ്വീകരിച്ച് ജ്യോതിഷത്തിലേക്കും ആഭിചാര ക്രിയകളിലേക്കും അയാൾ കടന്നു വന്നു. ഓട്ടോ ഓടിച്ചു നടന്നപ്പോൾ അയാൾക്ക് സമൂഹത്തിന്റെ ട്രെൻഡ് മനസ്സിലായി കാണും. ഭക്തിക്കുള്ള മാർക്കറ്റ് അറിഞ്ഞതോടെ അയാൾ കളം മാറ്റി ചവിട്ടി. വെണ്ടാറിലെ ഇയാളുടെ മുരാരി ജ്യോതിഷാലയം ആഡംബരവും ദുരൂഹതയും നിറഞ്ഞ ഒരു കേന്ദ്രമായിരുന്നു. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും റീൽസുകൾ വഴിയാണ് ഇയാൾ ആളുകളെ പറ്റിച്ചിരുന്നത്. തന്റെ പൂജകളുടെ ഫലമായാണ് നടൻ ദിലീപിനെ വെറുതെ വിട്ടതെന്ന് വരെ ഇയാൾ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്. കൂടാതെ ഷിരൂർ ദുരന്തത്തിൽ അർജുനന്റെ ലോറി കിടക്കുന്ന ദിശ കൃത്യമായി പ്രവചിച്ചത് താനാണെന്നും ഓയൂർ തട്ടിക്കൊണ്ടുപോകലിൽ 6 വയസ്സുകാരിയെ കണ്ടെത്തുന്ന സമയം കൃത്യമായി പറഞ്ഞു എന്നൊക്കെയാണ് ഇയാളുടെ തള്ളുകൾ. ഇയാൾ കുടുങ്ങിയത് ബാധ ഒഴിപ്പിക്കലിന്റെ പേരിലാണ്. കൊല്ലം സ്വദേശിനിയായ 16-കാരിയും അമ്മയും ഇയാളുടെ അടുത്ത് വന്നു. കുട്ടിയുടെ ബാധ ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞ് അമ്മയെ പുറത്തിരുത്തി പെൺകുട്ടിയെ ഇയാൾ തന്റെ പ്രത്യേക മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് കുട്ടിയെ കടന്നു പിടിക്കാനും ലൈംഗികമായി പീഡിപ്പിക്കാനും ശ്രമിക്കുകയായിരുന്നു. കുട്ടി ബഹളം വെച്ചതോടെ തന്ത്രി ഓടിക്കളഞ്ഞു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്താണ് ഇയാൾ മുങ്ങിയത്. പിന്നീട് രാത്രി മുഴുവൻ നീണ്ട തെരച്ചിലിനൊടുവിൽ ഭരണിക്കാവിലെ ഒരു ലോഡ്ജിൽ ഇയാൾ ഒളിച്ചിരിക്കുന്നതായി സൂചനകൾ ലഭിച്ചു. അങ്ങനെ അവിടെ എത്തി രാജൻ ബാബുവിനെ പോലീസ് കീഴ്പ്പെടുത്തുകയായിരുന്നു. ഇയാളുടെ വെണ്ടാറിലെ ജ്യോതിഷാലയം നിർമ്മിച്ചത് കോടികൾ ചെലവിട്ടാണെന്ന് പറയപ്പെടുന്നു. ആഡംബര കാറുകളിൽ ഇയാളുടെ അടുത്തെത്തുന്ന VIP-കൾ ആരൊക്കെയാണെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. രാത്രികാലങ്ങളിൽ ഈ ജ്യോതിഷാലയത്തിൽ പതിവായി ദുരൂഹമായ പൂജകളും സദ്യകളും ഒക്കെ നടന്നിരുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട്. റീൽസ് കണ്ട് വീഴുന്ന ഇരകളായിരുന്നു മുരാരി തന്ത്രിയുടെ ഇടപാടുകാർ. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എത്തുന്ന സ്ത്രീകളെ നിങ്ങളുടെ കൂടെ ഒരു ബാധയുണ്ട്, ഇത് മാറ്റാതിരുന്നാൽ മക്കൾക്ക് ആപത്താണ് എന്ന് പറഞ്ഞ് ഇയാൾ ഭയപ്പെടുത്തും. ബാധ ഒഴിപ്പിക്കാൻ തനിച്ച് മുറിയിൽ വരണമെന്ന് നിർബന്ധിക്കുകയും ചെയ്യും. എന്നാൽ ഒരു 10ാം ക്ലാസ്സുകാരി പെൺകുട്ടി കാണിച്ച ധൈര്യമാണ് ഇയാളുടെ ഇത്രയും കാലത്തെ ക്രൂരതകൾ വെളിച്ചത്ത് കൊണ്ടുവന്നത്. നാട്ടിൽ ആദ്യം ചെറിയൊരു കടയാണ് ഇയാൾ തുടങ്ങിയത്. പിന്നീട് മൈക്ക് സെറ്റ് വാടക കൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് രാജൻ ബാബു ഓട്ടോറിക്ഷ എടുത്ത് ഓടിക്കാൻ തുടങ്ങി. അതിന്റെ കൂടെ വാറ്റും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. രാത്രി ഇരുന്ന് വാറ്റുന്ന സാധനം പകൽ ഓട്ടോറിക്ഷയിൽ കൊണ്ടു നടന്നു കൊടുക്കും. പിന്നീട് നാട്ടുകാർ അറിയുന്നത് രാജൻ ബാബു ദുബായിൽ എത്തി എന്ന കാര്യമാണ്. അവിടെ പോയി താൻ വലിയ ജ്യോത്സ്യനാണ്, ജ്യോതിഷക്കാരനാണ്, പണ്ഡിതനാണ് എന്നെല്ലാം അറബികൾ ഉൾപ്പെടെയുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പറ്റിച്ചിട്ടാണ് രാജൻ ബാബു തിരിച്ച് മുരാരി തന്ത്രിയായി നാട്ടിൽ വരുന്നത്. പിന്നെ ചെറുവള്ളി എന്ന വീട്ടുപേരിന്റെ അറ്റത്ത് ഇല്ലം എന്നുകൂടി ചേർത്ത് ചെറുവള്ളി ഇല്ലത്ത് മുരാരി തന്ത്രിയായി മാറി. മറ്റൊരു പ്രധാന കാര്യം ഇയാളുടെ ജ്യോതിഷം മാന്ത്രിക പരിപാടിയിൽ കൂടുതലായി പെട്ടിരിക്കുന്നത് ഇസ്ലാം മത വിശ്വാസികളാണ്. ചരട് കെട്ടലിനും ഏലസ് കെട്ടലിനും രഹസ്യമായ പൂജകൾക്കുമൊക്കെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് അവരാണെന്ന് പറയുന്നു. ഞാനൊരു ഹിന്ദു പൂജാരിയാണ്, എന്നാൽ ഞാൻ ഇസ്ലാമിനെയും ഖുറാനെയുമാണ് പിൻപറ്റുന്നത് എന്ന തരത്തിൽ വ്യാജമായ ഒരു ഇമേജ് ഉണ്ടാക്കിയാണ് ഇയാൾ ഇത് സാധിച്ചെടുത്തത്. ഖുറാൻ വചനങ്ങളും മറ്റും പറയുക, അറബി പാട്ടുകൾ പാടുക എന്നതും ഇയാളുടെ പരിപാടിയായിരുന്നു. ഗൾഫിൽ വേറൊരു സ്ത്രീയുമായി പാർട്ട്ണർഷിപ്പിൽ ബാർ ഹോട്ടലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അബുദാബിയിലെ ഒട്ടേറെ ആളുകൾ ഇയാളെ പൂജകൾക്ക് വിളിച്ചതായും പ്രവാസികൾ പറയുന്നുണ്ട്.